മസിൽ മാസ്, ചർമ്മത്തിന്റെ ആരോഗ്യം, പ്രതിരോധ ശേഷി എന്നിവ നിലനിർത്തുന്നതിൽ പ്രോട്ടീൻ നിർണായക ഘടകമാണ്. എന്നാൽ മിക്ക ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങളും പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് അടിസ്ഥാനമാക്കിയുള്ളതും ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടില്ലാത്തതുമാണെന്ന് അറിയാമല്ലോ. ഇത് ഭൂരിഭാഗം ഇന്ത്യക്കാരെയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസിയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണമാണ്. പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, സീലിയാക് ഡിസീസ്, ശരിയായി ഭക്ഷണം കഴിക്കാതെയുള്ള അമിതമായ മദ്യപാനം, ക്രോണിക് കിഡ്നി ഡിസീസ്, ദഹന വൈകല്യങ്ങൾ എന്നിവയും പ്രോട്ടീൻ ഡെഫിഷ്യൻസിക്കിടയാക്കും. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളവരാണ്. പ്രോട്ടീൻ കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിൽ, പ്രത്യേകിച്ച് കൈകാലുകളിൽ നീർക്കെട്ടുണ്ടാകുന്നത് ഒരു പ്രധാന ലക്ഷണമാണ്. പ്രോട്ടീൻ കഴിക്കുന്നത് കുറയുമ്പോൾ രക്തത്തിലെ ആൽബുമിന്റെ അളവ് കുറയും. ഇത് അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കാലുകളിലും കാൽപാദങ്ങളിലും ദ്രാവകം അടിഞ്ഞുകൂടി നീർക്കെട്ടുണ്ടാകാൻ ഇടയാക്കും. കടുത്ത മുടികൊഴിച്ചിൽ പ്രോട്ടീൻ കുറയുന്നതിന്റെ മറ്റൊരു ലക്ഷണമാണ്. പ്രോട്ടീൻ ഉപഭോഗം കുറയുമ്പോൾ മുടി വളർച്ചയ്ക്ക് ആവശ്യമായ കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഇതുമൂലം മുടിക്ക് ബലമില്ലാതാവുകയും മുടി വളർച്ചയ്ക്ക് വേഗം കുറയുകയും ചെയ്യും. ഒടുവിൽ മുടി കൊഴിഞ്ഞും തുടങ്ങും. മുടിക്ക് എന്ന പോലെ ചർമ്മത്തിനും നഖത്തിനും വളരെയധികം ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഡെഫിഷ്യൻസി വളരെ കാലം നീണ്ടു നിന്നാൽ കൊളാജൻ ഉൽപാദനം കുറയുകയും ചർമ്മ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. വരണ്ട് അടർന്നു പോകുന്ന ചർമ്മം, തിണർപ്പ്, നിറവ്യത്യാസം എന്നിങ്ങനെ നിരവധി ചർമ്മ പ്രശ്നങ്ങൾക്ക് പ്രോട്ടീന്റെ കുറവ് കാരണമാകും. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ കുറഞ്ഞാൽ മുറിവുകൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ മുറിവുകൾ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രോട്ടീന്റെ കുറവ് പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനാൽ പതിവായ അസുഖം വരാനുള്ള സാധ്യതയും കൂടും. കുട്ടികളിലും വളരെയധികം പ്രാധാന്യം നൽകേണ്ട കാര്യമാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ക്രോണിക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും. പ്രത്യേകിച്ച് കുട്ടികളിൽ ഇത് വളർച്ചയെ സാരമായി ബാധിക്കും. ഏകാഗ്രതയില്ലായ്മ, ക്ഷീണം, പ്രതിരോധശേഷി കുറയൽ, മാനസിക വളർച്ച തടസ്സപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകും.